Good morning, my dear students. Welcome to our next session of Financial Markets and Services. അപ്പോൾ നമ്മൾ പുതിയൊരു ക്ലാസ്സിലേക്ക് കയറുകയാണ് ഇന്നത്തെ. അപ്പോൾ ആസ് യൂഷ്വൽ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നമ്മൾ പറഞ്ഞു പോയെന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത്. ദാറ്റ് ഈസ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറയേണ്ടായിരുന്നത്. അതിൽ നമ്മൾ ഡെവലപ്മെൻറ്റ് ബാങ്ക്സുകൾ കണ്ടു, അതിൽ നമ്മൾ ഓൾ ഇന്ത്യ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് കണ്ടു, അതുപോലെ തന്നെ ഒരു 4 എണ്ണമാണെന്നാണ് എൻ്റെ ഓർമ്മ. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഒരു 2 എണ്ണം കണ്ടു. അപ്പോൾ അതിൻ്റെ മേജർ ക്ലാസിഫിക്കേഷനിൽ അത് ആ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളതിലേക്ക് കടന്നു പോയി കഴിഞ്ഞു. ഇനി ടുഡേ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് എന്ത് ചെയ്യാൻ പോവുകയാണ്, ദാറ്റ്സ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓർമ്മയുണ്ടോ? സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് കം അണ്ടർ ദി ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? നമ്മുടെ ആ സ്ട്രക്ചർ അത് നമ്മുടെ എപ്പോഴും നിങ്ങൾ ആ പേജ് എടുത്ത് മറിച്ച് നോക്കുക. ദാറ്റ് ഈസ് 157 കിടക്കുന്നത്. ദാറ്റ് ഈസ് നമ്മുടെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഓർഗനൈസറിൻ്റെ കീഴിൽ 3 ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന രണ്ടാമത്തത് ദാറ്റ് ഈസ് സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതാണ് നമ്മൾ ഇന്ന് ദാറ്റ് ഈസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ടുഡേയ്സ് ക്ലാസ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഈ സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പേര് പോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ചില ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അത് നമുക്കൊരു 7 എണ്ണമാണ് നമുക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. അതായത് ഡെവലപ്മെൻറ്റ് ബാങ്ക്സിൻ്റെ കൂടെ തന്നെ എന്തുണ്ടെന്നാണ് പറയണത്, ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ ഹെൽപ്പിന് വേണ്ടി ചില സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ചില ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ ദാറ്റ് ഈസ് പ്രോമിനൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ദാറ്റ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ഓക്കെ, ഷാൽ വി സ്റ്റാർട്ട്? The first that we are going to discuss about the Exim Bank, that is Export Import Bank. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും. ഫസ്റ്റ് ദാറ്റ് ഈസ് സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 1982 ദാറ്റ് ഈസ് അതിൻ്റെ ഒരു ആക്ട് ഉണ്ടായിരുന്നു, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1981. ആ ഒരു ആക്ടിൻ്റെ കീഴിൽ 82 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആൻഡ് ദ മേജർ ഗോൾ ഓഫ് എക്സിം ബാങ്ക് ഈസ് ദി പ്രൊമോഷൻ ഓഫ് ഇന്ത്യാസ് ഇൻ്റർനാഷണൽ ട്രേഡ്. ക്ലിയർ? മേജർ ഒബ്ജക്റ്റീവ് എന്താണ്? ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ ട്രേഡ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇത് ഫോം ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹോളി ഓൺഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇറ്റ് ഈസ് ഹോളി ഓൺഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് എക്സിം ബാങ്ക് ഈസ് അറ്റ് മുംബൈ. നമ്മൾ ഈ പഠിച്ച കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ മുംബൈ, ഡൽഹി തന്നെയായിരുന്നു. ഒരുവിധം എല്ലാത്തിൻ്റെയും മുംബൈയിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്ത് കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് എക്സിം ബാങ്ക് എന്ന് പറയുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. ക്ലിയറല്ലേ? ഇത്രയും അവിടെ നിന്ന് ഒരു 4 പോയിൻറ്റ്സുകളാക്കി നിങ്ങൾക്ക് എഴുതാം. 82 പർപ്പസ് എന്താണ്, ഏത് ആക്ടിൻ്റെ കീഴിലാണ്, ഓൺ ചെയ്യുന്നത് ആരാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ. ഓക്കെ, ദെൻ വി ഷാൽ ഗോ ടു ദി ഫങ്ഷൻസ് ഓഫ് എക്സിം ബാങ്ക്. ദ എക്സിം ബാങ്ക് എന്തുണ്ടെന്നാണ് പറയുന്നത്? ദാറ്റ് ഈസ് വെറൈറ്റി ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദി റിക്വയർഡ്. ഒരുപാട് ആക്ടിവിറ്റീസ് അവർ അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് പ്രോഗ്രാംസുകൾ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ആരുടെയൊക്കെ നീഡുകൾക്ക്, ദാറ്റ് ഈസ് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിൻ്റെ നീഡ്സുകൾ മീറ്റ് ചെയ്യാനായിട്ട്, കമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ നീഡ്സുകൾ മീറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഓവർസീസ്. അപ്പോൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിൻ്റെ, കമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ, അതേപോലെ തന്നെ ഓവർസീസ് എൻറ്റിറ്റീസ്, ഇവരുടെയൊക്കെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഒരുപാട് പ്രോഗ്രാംസുകൾ ആരുടെ കയ്യിലുണ്ടെന്നാണ് പറയണത്? ദാറ്റ് ഈസ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് എക്സിം ബാങ്കിൻ്റെ കയ്യിലുണ്ട്. ഇനി നമ്മൾ ഓരോരുത്തരായിട്ട് പഠിക്കുകയാണ്. അതായത് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന് കൊടുക്കുന്ന സർവീസസ് അല്ലെങ്കിൽ അവർക്കുള്ള സ്കീംസുകൾ എന്താണ്, കമേഴ്ഷ്യൽ ബാങ്ക്സിനുള്ള സ്കീംസുകൾ എന്തൊക്കെയാണ്, ഓവർസീസ് എൻറ്റിറ്റീസിന് കൊടുക്കുന്ന സ്കീംസുകൾ എന്തൊക്കെയാണ്. ഇതാണ് നമ്മൾ നെക്സ്റ്റ് ദാറ്റ് ഈസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എക്സ്പോർട്ടേഴ്സിനെ നോക്കാം. അപ്പോൾ ഞാനിതിലൊന്നും നിങ്ങൾക്ക് പരിചയമില്ലാത്ത കാര്യങ്ങളല്ല കേട്ടോ, ഞാൻ കഴിഞ്ഞു പോയ ക്ലാസ്സുകളിൽ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിലെന്തൊക്കെയാണ് എക്സ്പോർട്ടേഴ്സിൻ്റെ സ്കീം? പ്രീ ഷിപ്മെൻറ്റ് ക്രെഡിറ്റ്. ഓർമ്മയുണ്ടോ? ഷിപ്മെൻറ്റ് നടത്തുന്നതിന് മുൻപ് ഒരു ക്രെഡിറ്റ് അലൗ ചെയ്യുമെന്ന് പറഞ്ഞു. പ്രീ ഷിപ്മെൻറ്റ് ക്രെഡിറ്റ്, സപ്ലയേഴ്സ് ക്രെഡിറ്റ്, സപ്ലയേഴ്സിന് വേണമെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കും. ഓവർസീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനാൻസ്. ക്ലിയർ? ഓവർസീസിൽ അതായത് ഇന്ത്യക്ക് പുറത്തൊക്കെ, ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് പുറത്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള ദാറ്റ് ഈസ് ഫിനാൻസ് കൊടുക്കും. എക്സ്പോർട്ട് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ലോണുകൾ, എക്സ്പോർട്ട് പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോണുകൾ കൊടുക്കും. പിന്നെ എക്സ്പോർട്ട് മാർക്കറ്റിങ്ങിനുള്ള ലോണുകൾ കൊടുക്കും. ആൻഡ് ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ഫിനാൻസ് ഫോർ ടെക്നോളജി ആൻഡ് കൺസൾട്ടൻസി സർവീസസ്. എന്തിനുള്ളത് കൊടുക്കുന്നതാണ് പറയുന്നത്? ഫിനാൻസ് ഫോർ
ഫിനാൻസ് ഫോർ കൺസൾട്ടൻസി ആൻഡ് ടെക്നോളജി സർവീസസിനുള്ളത് കൊടുക്കും. ഫിനാൻസ് ഫോർ ഡീംഡ് എക്സ്പോർട്സ്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ് എന്നൊക്കെ നമ്മൾ പഠിക്കില്ലേ, ദാറ്റ് ഈസ് ഫുൾ എക്സ്പോർട്ട് എന്നതായിരിക്കില്ല, ദാറ്റ് ഈസ് ഇറ്റ് ഷാൽ ബി കൺസിഡേർഡ് ടു ബി എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഡീംഡ് എക്സ്പോർട്സിന് കൊടുക്കും. ഫിനാൻസിങ് റുപ്പി എക്സ്പെൻഡിച്ചർ ഫോർ പ്രോജക്റ്റ് എക്സ്പോർട്ട് കോൺട്രാക്ട്, പ്രോജക്റ്റ് എക്സ്പോർട്ട് കോൺട്രാക്റ്റുകളുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെയുള്ളവരുടെയൊക്കെ ഫിനാൻസ് റിക്വയർമെൻറ്റ്സുകൾ മീറ്റ് ചെയ്യും. അപ്പോൾ അതാണ് പറയുന്നത് റുപ്പി എക്സ്പെൻഡിച്ചർ, അത് ഇന്ത്യൻ റുപ്പിയിൽ എന്താണ് ദാറ്റ് ഈസ് ഫിനാൻസിങ് പ്രൊജക്റ്റ് പ്രിപ്പറേറ്ററി സർവീസ് ഓവർസീസ്, അതായത് ഓവർസീസിലൊക്കെ പോയിട്ട് പ്രൊജക്റ്റുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ സർവീസസുകൾ ആവശ്യമുണ്ടെങ്കിൽ ആ സർവീസുകൾ ഇത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. പിന്നെ ബിസിനസ് അഡ്വൈസറി ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് സർവീസ് ഓവർസീസ്, ഇനി അങ്ങനെയുള്ള അവർക്ക് എന്തെങ്കിലും ടെക്നിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസൾട്ടൻസി സർവീസ്, അഡ്വൈസറി സർവീസസുകൾ വേണമെന്നുണ്ടെങ്കിൽ അതും ദാറ്റ് ദേ വിൽ ഗിവ് ആൻ അറേഞ്ച്മെൻറ്റ്, അതിനുള്ള കാര്യങ്ങൾ കൊടുക്കും. ആൻഡ് ഓഫ് കോഴ്സ് ദേ വിൽ ഓൾസോ അറേഞ്ച് ഫോർ ഫോർഫെയ്റ്റിംഗ്. ക്ലിയർ? അപ്പോൾ ഇവിടെ വാട്ട് ഈസ് ഫോർഫെയ്റ്റിംഗ് എന്നുള്ളത് യു ഹാവ് ടു റീകോൾ ഇറ്റ്, നിങ്ങൾ ഇങ്ങോട്ട് ഓർത്തെടുക്കണം എന്താണ് ഫോർഫെയ്റ്റിംഗ് എന്നുള്ളത്. ക്ലിയർ അല്ലേ? പഠിച്ചിട്ടുള്ളതാണ്. മൊഡ്യൂൾ 1 ക്ലാസ്സുകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ഫോർഫെയ്റ്റിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത്രയൊക്കെയാണ് എക്സ്പോർട്ടേഴ്സിന്, ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിനെ ആര് സഹായിക്കുന്നത്, ദാറ്റ് ഈസ് നമ്മുടെ എക്സിം ബാങ്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ആരെ സഹായിക്കുന്നുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് സം സ്കീംസ് ഓർ ഗിവ് അസിസ്റ്റൻസ് ടു ദി കമേഴ്ഷ്യൽ ബാങ്ക്സ്. ആൻഡ് വാട്ട് ആർ ദേ? എക്സ്പോർട്ട് ബിൽസ് റീഡിസ്കൗണ്ടിങ് ഫെസിലിറ്റി എന്നാണ് പറയുന്നത്. എക്സ്പോർട്ട് ബിൽ റീഡിസ്കൗണ്ടിങ് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ്? റീഫിനാൻസ് ഓഫ് സപ്ലയേഴ്സ് ക്രെഡിറ്റ്, അതായത് സപ്ലയേഴ്സ് ക്രെഡിറ്റിന് നമ്മൾ റീഫിനാൻസിംഗ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തതാണ്, ദാറ്റ് ഈസ് ഡിസ്കസ് ചെയ്ത് പോയ കാര്യങ്ങളാണ്. അത് ഫിനാൻസ് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്കത് തീർക്കാനായിട്ടുണ്ടെങ്കിൽ ഇവർ അതിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസുകൾ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ എന്താണെന്നാണ് പറയുന്നത്? റീഫിനാൻസ് ഓഫ് ടേം ലോൺ ടു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ്, എക്സ്പോർട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള എക്സ്പോർട്ട് മാത്രം ഉള്ള യൂണിറ്റ്സുകൾക്ക് വേണ്ടിയിട്ട് അവർ ടേം ലോണുകൾ റീഫിനാൻസ് ചെയ്ത് കൊടുക്കുക. റീഫിനാൻസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അല്ലേ ഇപ്പോൾ തന്നെ, അതായത് ഓൾറെഡി അവർ വേറെ എവിടെയെങ്കിലും ഫണ്ട് എടുത്തിട്ടുണ്ടായിരിക്കും, അത് അവർക്ക് ചിലപ്പോൾ തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, ഇവർ അതിന് ഫിനാൻസ് കൊടുത്തിട്ട് ഈ യൂണിറ്റിന് വേണമെങ്കിൽ ആ ഒരു ബാങ്കിലേക്കുള്ള കടം തീർക്കും. അങ്ങനെയാണ് റീഫിനാൻസ് എന്ന് പറയുന്നത്. പിന്നെ ദേ ഓൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ ഗ്യാരണ്ടീസ് ഇഷ്യൂഡ് ബൈ കമേഴ്ഷ്യൽ ബാങ്ക്സ് ഓൺ ബിഹാഫ് ഓഫ് ഇന്ത്യൻ പ്രോജക്റ്റ് എക്സ്പോർട്ടേഴ്സ് എന്നാണെന്ന് പറയുന്നത്. കമേഴ്ഷ്യൽ ബാങ്ക്സുകൾ കമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ വൺ ഓഫ് ദ ഫംഗ്ഷനാണ് നമ്മൾ പറഞ്ഞത് ഗ്യാരണ്ടിങ് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ കമേഴ്ഷ്യൽ ബാങ്ക്സ് ഗ്യാരണ്ടി ചെയ്തതിൻ്റെ കൂടെ ഇവരും ഈക്വലി അവരുടെ കൂടെ ഓക്കെ ഞങ്ങളും ഉണ്ട് അതുപോലെ ഗ്യാരണ്ടിങ് ആയിട്ട് ഒരു ഗ്യാരണ്ടിങ് ഏജൻറ്റ് എന്നുള്ള നിലയ്ക്ക് ദാറ്റ് ഈസ് എക്സിം ബാങ്കുകൾ നിൽക്കാറുണ്ട്. ദാറ്റ് ഈസ് പാർട്ടിസിപ്പേഷൻ ഇൻ ദി ഗ്യാരണ്ടീസ് ഇഷ്യൂഡ് ബൈ commercial banks on behalf of the Indian project exporters. Indian project exportersന് അവരുടെ ഒരു ബിഹാഫിൽ കമേഴ്ഷ്യൽ ബാങ്ക്സും ഇവർ ഒന്നിച്ചിട്ട് എന്ത് ചെയ്യും, ദാറ്റ് ഈസ് ഈ ഗ്യാരണ്ടിങ് എന്നുള്ളത് അവർ ഷെയർ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ റീഡിസ്കൗണ്ടിങ് ഫെസിലിറ്റി എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അപ്പോൾ റീഡിസ്കൗണ്ടിങ് ഫെസിലിറ്റി ഇപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യമായി പറയുന്നു. അതായത് നമ്മുടെ ഓൾറെഡി ഉള്ള നമ്മുടെ നെഗോഷ്യബിൾ ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ടല്ലോ, അതിന് വീണ്ടും നമ്മൾ എന്താണ്, ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ഡിസ്കൗണ്ടിങ് എ ഷോർട്ട് ടേം നെഗോഷ്യബിൾ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഫോർ എ സെക്കൻഡ് ടൈം. ഇനിയിപ്പോൾ അതിൽ ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഞാനത് പല പ്രാവശ്യം നിങ്ങൾക്ക് ഇങ്ങനെ മലയാളത്തിൽ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് ഞാനതിന് മീനിങ് ഇങ്ങോട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വി കോൾ ഇറ്റ് ആസ് റീഡിസ്കൗണ്ടിങ് എന്ന് പറയും. ക്ലിയർ? ഇത്രയൊക്കെയാണ് കമേഴ്ഷ്യൽ ബാങ്ക്സിന് ഇവർ കൊടുക്കുന്ന ഹെൽപ്പ് എന്ന് പറയുന്നത്. ഇനി ആർക്കാണെന്നാണ് പറയുന്നത്, ദാറ്റ് ഈസ് ഓവർസീസ് എൻറ്റിറ്റീസ്. ആർക്ക് കൊടുക്കുന്നുണ്ട്? ഓവർസീസ് എൻറ്റിറ്റീസിന് ദേ ആർ പ്രൊവൈഡിങ് സം ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. The Exim Bank does. Foreign governments and agencies are offered buyers credit and lines of credit. അവർക്ക് എന്താണ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. ഫോറിൻ ഗവൺമെൻറ്റിനും ഫോറിൻ ഏജൻസീസിനൊക്കെ അവർ എന്ത് കൊടുക്കുന്നു, ബയേഴ്സ് ക്രെഡിറ്റും അതുപോലെ തന്നെ ലൈൻസ് ഓഫ് ക്രെഡിറ്റും കൊടുക്കുന്നു. അപ്പോൾ ഇത് രണ്ടും എന്താണെന്ന് നമുക്കറിയണം. ബയേഴ്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ബയേഴ്സിന് ക്രെഡിറ്റ് മുൻകൂട്ടി പൈസ കൊടുത്തിട്ട് അവർക്കത് വാങ്ങിക്കാനുള്ള ഹെൽപ്പ് ചെയ്യുന്നു. എന്താണ് ഈ ലൈൻസ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇറ്റ് ഈസ് എ ക്രെഡിറ്റ് ഫെസിലിറ്റി എക്സ്റ്റെൻഡഡ് ബൈ എ ബാങ്ക്. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, ഇതൊരു ക്രെഡിറ്റ് ഫെസിലിറ്റിയാണ് കേട്ടോ. ക്രെഡിറ്റ് ഫെസിലിറ്റി എക്സ്റ്റെൻഡഡ് ബൈ എ ബാങ്ക് ഓർ എനി അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു എ ഗവൺമെൻറ് ബിസിനസ് ഓർ എൻ ഇൻഡിവിജ്വൽ. ഒരു ഗവൺമെൻറ് ബിസിനസ്സിനായാലും ശരി ഒരു ഇൻഡിവിജ്വലിനായാലും ശരി ഇവർ കൊടുക്കുന്ന, അതായത് ഒരു ബാങ്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റിയാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇറ്റ് എനേബിൾസ് ദ കസ്റ്റമർ ടു ഡ്രോ ഓൺ ദ ഫെസിലിറ്റി വെൻ ദ കസ്റ്റമർ നീഡ്സ് ഫണ്ട്. അതായത് കസ്റ്റമർക്ക് എപ്പോഴാണോ ഫണ്ട് ആവശ്യമെങ്കിൽ അത് ആ ഫണ്ടിനനുസരിച്ച് അവർക്ക് ബാങ്കിൽ നിന്ന് വിത്ത്ഡ്രോ ചെയ്യാം. ഏറ്റവും എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും, ദാറ്റ് ഈസ് ഓവർ ഡ്രാഫ്റ്റ് അല്ലേ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓവർ ഡ്രാഫ്റ്റ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഒരു ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി കൊടുക്കാം. അപ്പോൾ അത് എന്താണ്, ലൈൻ ഓഫ് ക്രെഡിറ്റിനുള്ള ഒരു എക്സാമ്പിളാണ്. ദാറ്റ് ഈസ്
അപ്പോൾ അതൊന്ന് അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ സെഷനിൽ ഞാനതിന് നോട്ടായിട്ട് തരുന്നുണ്ട്, മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ലൈൻ ഓഫ് ക്രെഡിറ്റും അതുപോലെ തന്നെ ബയേഴ്സ് ക്രെഡിറ്റും ഓവർസീസ് എൻറ്റിറ്റീസിന് വേണ്ടി ആര് കൊടുക്കുന്നുണ്ട്? എക്സിം ബാങ്ക് കൊടുക്കുന്നുണ്ട്. ക്ലിയർ? ഇത് കൂടാതെ ഈ ഒരു 3 തരത്തിൽ കൊടുക്കുന്നത് കൂടാതെ എക്സിം ബാങ്ക് എന്ത് കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്? ഇൻഫോർമേഷൻ ആൻഡ് അഡ്വൈസറി സർവീസുകൾ കൊടുക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഇൻഫോർമേഷൻ ആൻഡ് അഡ്വൈസറി സർവീസുകൾ കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഇൻ്റർനാഷണൽ റിസ്കുകൾ ഉണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്യാനായിട്ട്, എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ എന്താണ് കോമ്പറ്റീറ്റീവ്നെസ് ഉണ്ടെങ്കിൽ അല്ലേ, എക്സ്പോർട്ടൊക്കെ ആയി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളാണ് കോമ്പറ്റീറ്റീവ്നെസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഇൻഫർമേഷൻസും സർവീസ് എന്താണ് അഡ്വൈസറി സർവീസുകളും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടാതെ പിന്നെ പറയുന്നത് എന്താണ്? ദേ ഓൾസോ ഹെൽപ്സ് ഇൻ മാർക്കറ്റിംഗ് ഡൺ ബൈ ദി എക്സ്പോർട്ടേഴ്സ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിലും എക്സിം ബാങ്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആര് ചെയ്യുന്നുണ്ട്? ഒരു സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ചെയ്യുന്നുണ്ട്. Clear? Okay, then we can go to the next institution, that is Industrial Investment Bank of India. Second ഏതാണ്? Industrial Investment Bank of India. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നായിരുന്നു. IRBI എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റിയിട്ട് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. ക്ലിയർ? ഇതിൻ്റെ പ്രത്യേകത, അപ്പോൾ നമ്മൾ ചിലപ്പോൾ IRBI എന്നാവും ആദ്യം പറഞ്ഞു പോകുന്നതായിരിക്കും, കാരണം അതിൻ്റെ പേര് ആദ്യം അതായിരുന്നു. അപ്പോൾ ഇത് 1985 സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ആദ്യം നമ്മളത് മനസ്സിലാക്കുക. 1985 സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ആസ് എ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, സ്റ്റാറ്റ്യൂട്ടറി നിയമപരമായിട്ടുള്ളൊരു കോർപ്പറേഷനായിട്ടാണ് അണ്ടർ ദി IRBI ആക്ട്. കണ്ടോ, അതാണ് അതിന് IRBI എന്ന് കൊടുക്കാനുള്ള കാരണം. IRBI ആക്ട് നമ്മുടെ കൊൽക്കത്തയിലുള്ള IRBI ആക്ട് അങ്ങനെയല്ല, കൽക്കത്ത എന്ന് നമ്മുടെ ഇപ്പോഴത്തെ കൊൽക്കത്ത കേട്ടോ, കൊൽക്കത്തയിൽ ആണ് ഇത് ആദ്യമായിട്ട്. അപ്പോൾ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കൊൽക്കത്തയിലാണ്. IRBI ആക്ടിൻ്റെ കീഴിലുണ്ടായിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ് നമ്മുടെ ഈ ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, വിച്ച് ഈസ് ഫോർമർലി നോൺ ആസ് IRBI. ഇല്ലേ? 1997 അപ്പോൾ 1985 ഒരു എന്താ പറയുക ഒരു 10-12 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ അതിനെ റീനെയിം ചെയ്തു. ആ റീനെയിം ആണ് എന്തെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ക്ലിയർ? അപ്പോൾ അത്രയും അവിടെ നിന്ന് നമുക്ക് അറിയാനുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് കടന്നു പോകേണ്ടത് what are its functions എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ ഫങ്ഷൻസ് എന്നുള്ളതാണ്. That is, it provides term loan assistance to sick units. അത് ടേം ലോൺ അസിസ്റ്റൻസ് ആർക്ക് കൊടുക്കുന്നുണ്ട്? സിക്ക് യൂണിറ്റ്സിന്. ആൻഡ് യു നോ വാട്ട് ഈസ് എ സിക്ക് യൂണിറ്റ് അല്ലേ? അതായത് കുറേ കാലങ്ങളായിട്ട് നഷ്ടത്തിലോടി അടച്ചുപൂട്ടിലെ വക്കലെത്തിയ ഒരു യൂണിറ്റ്, അതിനെയാണ് നമ്മൾ സിക്ക് യൂണിറ്റ്സ് എന്ന് പറയാം. അതിന് എല്ലാവിധ ലോൺ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ഫിനാൻസിങ് ഓഫ് ഗ്രീൻ ഫീൽഡ് പ്രോജക്ട്സ്. എന്താണ് ഗ്രീൻ ഫീൽഡ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്? നമ്മുടെ എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോജക്ട്സുകൾ, അതിനെയാണ് നമ്മൾ ഗ്രീൻ ഫീൽഡ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതിന് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കൊടുക്കുന്നത് എക്യുപ്മെൻറ്റ് ഫിനാൻസ്, ഹയർ പർച്ചേസ്, എക്യുപ്മെൻറ്റുകൾ വാങ്ങിക്കാനുള്ള ഫിനാൻസിങ് കൊടുക്കുന്നുണ്ട്. ഹയർ പർച്ചേസ് സ്കീമുകൾ ആരൊരുക്കി കൊടുക്കുന്നുണ്ട്? നമ്മുടെ ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ദാറ്റ് ഈസ് ഇറ്റ് ഓൾസോ ഗീവ് ഷോർട്ട് ടേം ലോൺ ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടി ഷോർട്ട് ടേം ലോൺ കൊടുക്കുന്നു. ഇറ്റ് ഓൾസോ റെൻഡർ ഇഷ്യൂ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ്. ഇഷ്യൂ മാനേജ്മെൻറ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു കമ്പനിയുടെ ഷെയർ ഇഷ്യൂമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുക, അതാണ് ഇഷ്യൂ മാനേജ്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഈ സബ്ജക്റ്റിൽ തന്നെ കേട്ടോ ഫസ്റ്റ് മൊഡ്യൂളിലോ ഏതിലോ നമ്മൾ കണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇഷ്യൂ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് കൊടുക്കുക എന്നൊക്കെ പറയണത് ഇറ്റ് ഓൾ ഇൻക്ലൂഡഡ് ഇൻ ദി ഫംഗ്ഷൻ ഓഫ് ദാറ്റ് ഇസ് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ക്ലിയർ? ഇനി നമ്മുടെ മൂന്നാമത്തെ ദാറ്റ് ഈസ് സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, SHCIL എന്ന് പറയും, സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ SHCIL. ക്ലിയർ? ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1986 പ്രൊമോട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. ഇത് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞെങ്കിൽ ഒരു 7 ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ ചേർന്നിട്ടാണ്. അപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിച്ചു കേട്ടോ. അങ്ങനെ ഒരു 7 ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു എന്താ പറയുക പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനാണ് നമ്മുടെ സ്റ്റോക്ക് ഹോൾഡിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻ ദ ഇയർ 1986. അതിൽ ദാറ്റ് ഈസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്? IDBI അല്ലേ, നമ്മൾ പഠിച്ചതാണ്. IFCI നമ്മൾ പഠിച്ചതാണ്. ICICI, പിന്നെ UTI യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ദാറ്റ് ഈസ് പിന്നെ IRBI ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടത്
നമ്മളതിൻ്റെ പേര് മാറ്റിയിട്ട് ഇപ്പോൾ എന്താക്കി മാറ്റിയിട്ടുണ്ട് അതിനെ ദാറ്റ് നൗ നോൺ ആസ് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇവരുടെയൊക്കെ സഹായത്താൽ ഇവർ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു കോർപ്പറേഷനാണ് സ്റ്റോക്ക് ഹോൾഡിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്തിനു വേണ്ടിയാണ് ഇതിൻ്റെ ഒരു അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പ്രൊവൈഡിങ് വെൽ ഡെവലപ്ഡ് ആൻഡ് ഫുള്ളി ഓട്ടോമേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ്? പ്രൊവൈഡ്സ് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള അതേപോലെ തന്നെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ കസ്റ്റോഡിയൽ സർവീസസ് ഓഫ് കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ്. അപ്പോൾ അതങ്ങനെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇതിന് മാത്രമാണ് ആ ഒരു അതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ്. എന്തിനു വേണ്ടിയുള്ളതാണ്? ഫോർ കസ്റ്റോഡിയൽ സർവീസസ് ഓഫ് കോർപ്പറേറ്റ് ഫോർ കസ്റ്റോഡിയൽ സർവീസസ് ഫോർ കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ്. കോർപ്പറേറ്റ് സെക്യൂരിറ്റീസിന് വേണ്ടി കസ്റ്റോഡിയൽ സർവീസുകൾ നടത്തുക. അതാണ് അതിൻ്റെ മെയിനായിട്ട് പറയുന്നത്. കസ്റ്റോഡിയൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ദാറ്റ് ഈസ് എന്താണ്? അവർക്ക് വേണ്ടി ഈ ഒരു കോർപ്പറേഷൻ അവരുടെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തും ഹോൾഡ് ചെയ്ത് വെക്കും. അത്രേ ഉള്ളൂ. ഹോൾഡ് ഓൺ ദെയർ ബിഹാഫ്. അത്രയാണ് അതിൽ പറയുന്നത്. സേഫ് ഫോർ ദ പർപ്പസ് ഓഫ് സേഫ്റ്റി. ക്ലിയർ? സേഫ്റ്റിക്ക് വേണ്ടി, സേഫ്റ്റി ഓഫ് ഫിനാൻഷ്യൽ പ്രോഡക്ട്സിന് വേണ്ടി അവരുടെ കയ്യിൽ വെക്കുന്നു. ദാറ്റ് ഈസ് ഇറ്റ് ഹോൾഡ്സ് എ ക്ലയൻറ്റ്സ് പ്രോപ്പർട്ടി ഓർ മണി ഓൺ ദെയർ ബിഹാഫ്. അവരുടെ കയ്യിൽ ഒരു ക്ലയൻറ്റിന് വേണ്ടി ആ ക്ലയൻറ്റിൻ്റെ പ്രോപ്പർട്ടിയോ മണിയോ കൈവശം വയ്ക്കുക. അതാണ് സ്റ്റോക്ക് ഹോൾഡിംഗ് എന്ന് കണ്ടോ. അപ്പോൾ കുറേയൊക്കെ നമുക്ക് ആ പേരിൽ തന്നെ എന്ത് കാര്യവും നമുക്ക് ഊഹിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇത് ഈ കസ്റ്റോഡിയൽ സർവീസ് എന്ന് പറയുന്നത് ഇപ്പോൾ കൂടുതൽ എന്താണെന്നാണ് പറയുന്നത്, കൂടുതൽ ഇമ്പോർട്ടൻസ് ഗെയിൻ ചെയ്ത് വരികയാണ്. കാരണം ദാറ്റ് ഈസ് ബിക്കോസ് ഡ്യൂ ടു ദി എൻട്രി ഓഫ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇൻ ദി ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ FFIs ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വരുന്നതോടുകൂടി ഈ കസ്റ്റോഡിയൽ സർവീസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നു. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള റോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോർപ്പറേഷൻ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ലൊക്കേഷൻ എന്ന് പറയുന്നതും ഇവിടെ തന്നെയാണ്, മുംബൈയിലാണ്. ലൊക്കേഷൻ മുംബൈയിലാണ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തതേയും കഴിഞ്ഞു. നെക്സ്റ്റ് ഈസ് ഫോർത്ത് വൺ ഈസ് ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ, DFHI എന്ന് പറയും. ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ്. നെക്സ്റ്റ് പറയണത് ഇത് 1988 RBI ആണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. മനസ്സിലാക്കി വയ്ക്കുക, 1988 RBI ആണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒറ്റയ്ക്കല്ല, ജോയിൻ്റ്ലി വിത്ത് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആൻഡ് ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആരുടെയൊക്കെ സഹായത്തോടുകൂടിയാണ് RBI ഇത് ഫോം ചെയ്തിട്ടുള്ളത്? എല്ലാ പബ്ലിക് സെക്ടർ ബാങ്ക്സിൻ്റെ സഹായത്തോടു കൂടിയും ഇന്ത്യയിലെ എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും സഹായത്തോടു കൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് DFHI എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ പർപ്പസ് അല്ലെങ്കിൽ ഇത് മെയിനായിട്ട് ഡീൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ടു മേക്ക് ആൻ ആക്റ്റീവ് സെക്രട്ടറി മാർക്കറ്റ്. മനസ്സിലാക്കി വയ്ക്കുക അതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ഫീച്ചറാണത്. ദാറ്റ് ഇറ്റ് ഡീൽസ് ഇൻ ആൻഡ് ഡെവലപ്പ് ആൻ ആക്റ്റീവ് സെക്രട്ടറി മാർക്കറ്റ് ഫോർ ദി മണി മാർക്കറ്റ്. അപ്പോൾ നമ്മൾ മണി മാർക്കറ്റ് പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഷോർട്ട് ടേം ലോണിനുള്ളതാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ പഠിച്ച കുറച്ച് CP, ട്രഷറി ബില്ലൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസുകൾ എന്ന് പറയുന്നത്. അപ്പം അതിനൊക്കെ ഒരു നല്ലൊരു സെക്കൻഡറി മാർക്കറ്റ് കൊണ്ടുവരിക, അതാണ് അതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്ന പണിയില്ലേ, ക്യാപിറ്റൽ മാർക്കറ്റ് നമ്മളിപ്പോൾ തന്നെ പഠിച്ചു, അതിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ് ചെയ്യുന്ന അതേ പണിയാണ് ആര് ചെയ്യുന്നത്? ഈ DFHI മണി മാർക്കറ്റിൽ ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ അതാണ് അതിന് മറച്ചു വെക്കുന്നത്. ആൻഡ് ഇറ്റ് ഡീൽസ് ഇൻ ട്രഷറി ബിൽസ്, കമേഴ്ഷ്യൽ ബിൽസ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ്, കമേഴ്ഷ്യൽ പേപ്പേഴ്സ്, അങ്ങനെയുള്ള പിന്നെ മണി അറ്റ് കോൾ, ഷോർട്ട് നോട്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളില്ലേ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ബോറോവർ എന്നുള്ള നിലയ്ക്കും ഒരു ലെൻഡർ എന്നുള്ള നിലയ്ക്കും ഇത് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ. ക്ലിയർ? അപ്പോൾ നമ്മുടെ നാലാമത്തെ കഴിഞ്ഞു. കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫംഗ്ഷൻസും കൂടി ഒന്ന് എന്ത് ചെയ്യാണ്ട് ദാറ്റ് നോക്കാനുണ്ട്. അത് ഈ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ഫംഗ്ഷൻസ് ആയിട്ട് വരുന്നത്. എക്സ്ട്രാ പോയിൻറ്റ്സുകളൊന്നും നമുക്ക് പറയാനില്ല. അപ്പോൾ അതിൽ ഫസ്റ്റ് ഫംഗ്ഷൻ പറയുന്നത് ഇറ്റ് ഡെവലപ്സ് ആൻ ആക്റ്റീവ് സെക്കൻഡറി മാർക്കറ്റ് ഫോർ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലേ, ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇൻ്റഗ്രേറ്റ് ദ വേരിയസ് സെഗ്മെൻറ്റ്സ് ഓഫ് ദി മണി മാർക്കറ്റ്. മണി മാർക്കറ്റിലെ പല സെഗ്മെൻറ്റ്സുകളെയും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദെയർ ഫംഗ്ഷനാണ്. പിന്നെ എന്താണെന്നാണ് പറയുന്നത്? ഇറ്റ് സ്മൂത്തേൺസ് ദി ഇംബാലൻസ് ഇൻ ദ ഷോർട്ട് ടേം മണി മാർക്കറ്റ് ലിക്വിഡിറ്റി. ഷോർട്ട് ടേം മണി മാർക്കറ്റ് ലിക്വിഡിറ്റിയിലുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ഇംബാലൻസുകൾ, ബാലൻസ് എന്താണ് ഒരേപോലെ അല്ലാതെ നിൽക്കുന്ന, അതായത് ലിക്വിഡിറ്റിയെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഇംബാലൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ലിക്വിഡിറ്റി എന്താണ് പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റുന്നല്ലേ, അതുമായിട്ട് എന്തെങ്കിലും ഇംബാലൻസുകൾ ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അത് എന്ത് ചെയ്യും? ഇതൊന്ന് സ്മൂത്ത് ഓൺ ചെയ്യാനായിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇറ്റ് ആക്ട് ആസ് എ മാർക്കറ്റ് മേക്കർ ഫോർ ട്രഷറി ബിൽസ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ആരാണ് മാർക്കറ്റ് മേക്കർ എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? അവരാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നവർ, അവരാണ് എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുക എന്നൊക്കെ നമ്മൾ മാർക്കറ്റ് മേക്കറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതൊരു മാർക്കറ്റ് മേക്കറായിട്ട്
അത് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണെന്നാണ് പറയുന്നത്, ഇറ്റ് പ്രൊവൈഡ്സ് റിപ്പോ ഫെസിലിറ്റി ഇൻ ട്രഷറി ബിൽസ് ആൻഡ് ഗവൺമെൻറ് ഡേറ്റഡ് സെക്യൂരിറ്റീസ് ടു ബാങ്ക്. അപ്പോൾ റിപ്പോ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് റീപർച്ചേസ് എഗ്രിമെൻറ്റ്, അതാണ് റിപ്പോ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ട്രഷറി ബിൽസിനെ സംബന്ധിച്ചും ഗവൺമെൻറ് ഡേറ്റഡ് സെക്യൂരിറ്റിയെ സംബന്ധിച്ചും ഒരു റിപ്പോ ഫെസിലിറ്റി അറേഞ്ച് ചെയ്യുന്നുണ്ട്. റിപ്പോ ഫെസിലിറ്റി ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇത് കേൾക്കുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ഇതിൽ കൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. എന്താണ് റിപ്പോ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നുള്ളത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അറ്റ് മുംബൈ. ഇതിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് ഇവിടെ തന്നെയാണ്, ഓൾസോ അറ്റ് മുംബൈയിലാണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ DFH കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നതാണ് സെക്യൂരിറ്റീസ് ആൻഡ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് എന്താണ്, സെക്യൂരിറ്റീസ് ആൻഡ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ഷോർട്ട് ഫോം ഈസ് STCI. ഇതാണ് STCI എന്നാണ് പറയുന്നത്. ഇതും ദാറ്റ് ഈസ് എന്താണ്, നമ്മുടെ സെയിം ദാറ്റ് ഓഫ് DFHI പോലെ തന്നെയാണ്. ഇതിനെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് RBI ആണ്, വിത്ത് ഹെൽപ്പ് ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആൻഡ് ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ക്ലിയർ? ഒരു അതേപോലെ തന്നെയാണ്. ഇറ്റ് വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ 1994. 1994 സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു ഫോസ്റ്റർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ഫോസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് സ്പീഡപ്പ് ചെയ്യുക. ഏതാണ് സ്പീഡപ്പ് ചെയ്യേണ്ടത്? ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ഒരു നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുക. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാർക്കറ്റില്ലേ, അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു കോർപ്പറേഷനാണ് സെക്യൂരിറ്റീസ് ആൻഡ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ തന്നെയാണ്, മുംബൈയിൽ തന്നെയാണെന്നാണ് പറയുന്നത്. ഇതിനെ STCI നമ്മൾ വിളിക്കാറ് മാർക്കറ്റ് മേക്കർ ഇൻ ദി ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അവർ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ മാർക്കറ്റ് മേക്കറാണ്. ക്ലിയർ? മറ്റേത് നമ്മൾ പറഞ്ഞത് ഏതാണ്, അവരെന്തിൻ്റെ മാർക്കറ്റ് മേക്കറാണെന്ന് നമ്മൾ പറഞ്ഞത് ദാറ്റ് ഈസ് ട്രഷറി ബിൽസിൻ്റെ. ട്രഷറി ബിൽ എന്ന് പറഞ്ഞാലും ഗവൺമെൻറ് തന്നെയാണ് കേട്ടോ. അപ്പോൾ സംവാട്ട് സെയിം ആണ് ഇത് രണ്ടും. DFHI ഫംഗ്ഷൻസിനും കാര്യങ്ങളിലൊക്കെ സംവാട്ട് സെയിം തന്നെയാണ് STCI എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദ ഫംഗ്ഷൻസ് ഓഫ് STCI? നമുക്ക് വളരെ ദാറ്റ് ഈസ് സിമിലാരിറ്റി തോന്നും DFHIയുമായിട്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് അതിൻ്റെ ഫംഗ്ഷൻ പറയുന്നത് ദേ പാർട്ടിസിപ്പേറ്റ് ഇൻ ഓപ്ഷൻസ് ഓഫ് ഗവൺമെൻറ് ഇന്ത്യ ഡേറ്റഡ് സെക്യൂരിറ്റീസ്. ഓപ്ഷൻസുകൾ നടക്കില്ലേ, ലേലം വിളിക്കുക, ഓപ്ഷൻസ്, അങ്ങനെ ഓപ്ഷൻസ് നടക്കുന്നതിൽ ഇവർ ചെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്നാണ് പറയണത്. ഈ ഓപ്ഷൻസ് ആര് കണ്ടക്ട് ചെയ്യണതായിരിക്കും? RBI കണ്ടക്ട് ചെയ്യുന്ന ഓപ്ഷൻസുകളിൽ പങ്കെടുക്കാതും ഗവൺമെൻറ് ഡേറ്റഡ് സെക്യൂരിറ്റീസും ട്രഷറി ബിൽസിൻ്റെ ഒക്കെ ഓപ്ഷൻസിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി വൺ ഓഫ് ദെയർ ഫംഗ്ഷൻ. പിന്നെ എന്താണെന്നാണ് പറയുന്നത്, ദേ ഡീൽ വിത്ത് ദി അബവ് സെക്യൂരിറ്റീസ്. അബവ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡേറ്റഡ് സെക്യൂരിറ്റീസും അതേപോലെ തന്നെ ട്രഷറി ബിൽസും അതൊക്കെ എന്ത് ചെയ്യാണ്, സെക്കൻഡറി മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നത് ആരാണെന്നാണ് പറയുന്നത്, STCI ആണ്. പിന്നെ എന്താണ്, ഡു റിപ്പോ, ഞാൻ പറയാം സംവാട്ട് സിമിലർ ടു ദാറ്റ് ഓഫ് DFHI തന്നെയാണ്. റീപർച്ചേസ് എഗ്രിമെൻറ്റുകൾ നടത്തുന്നു ഇൻ അപ്രൂവ്ഡ് ഗവൺമെൻറ് ഡേറ്റ് സെക്യൂരിറ്റീസ് ആൻഡ് ട്രഷറി ബിൽസ് വിത്ത് എലിജിബിൾ കൗണ്ടർ പാർട്ടീസ്. കൗണ്ടർ പാർട്ടി നമ്മൾ എതിരാളി നമുക്ക് ഒരാൾ കൂടെ ഉണ്ടാവുമല്ലോ, ആ കൗണ്ടർ പാർട്ടീസുമായി ചേർന്നുകൊണ്ട് അതുമായിട്ടുള്ള നല്ലൊരു സ്മൂത്ത് ഡീലിങ്സ് നടത്തുന്നതും ഇവരുടെ ഒരു ഫംഗ്ഷനാണ്. ആൻഡ് ദേ ഓൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഇന്റർ ബാങ്ക് കോൾ നോട്ടീസ് ഓർ ടേം മണി മാർക്കറ്റ് ബോത്ത് ആസ് എ ലെൻഡർ ആൻഡ് ആസ് എ ബോറോവർ. അതായത് ഒരു ലെൻഡർ ആൻഡ് ബോറോവർ എന്നുള്ള നിലയ്ക്ക് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ദേ ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദി മണി മാർക്കറ്റ്. അത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. മണി മാർക്കറ്റിൽ ഒരു ലെൻഡറായിട്ടും ഒരു ബോറോവറായിട്ടും ദേ ആർ ആക്ട്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് ദാറ്റ് ആർ ദ ഫങ്ഷൻസ് ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ദാറ്റ് ഈസ് STCI, which was established in the year 1994 and headquarters is at Mumbai. ക്ലിയർ? ഇനി നമുക്ക് നെക്സ്റ്റ്, അപ്പോൾ നെക്സ്റ്റൊക്കെ നിങ്ങൾക്ക് കുറേ പ്രാവശ്യം പഠിച്ചു പോയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കേട്ടോ. ദാറ്റ് ഈസ് എന്താണ്, നമുക്ക് നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് ദാറ്റ് ഈസ് നബാർഡാണ്. എന്താണ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, നബാർഡ് അല്ലേ. ഒരുപാട് പ്രാവശ്യം നിങ്ങൾ പല സബ്ജക്റ്റുകളിലായിട്ട് കൂടി കടന്നു പോയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എന്നിരുന്നാൽ പോലും ഐ ആം നോട്ട് സ്കിപ്പിംഗ് ദാറ്റ് ടോപ്പിക്, ഞാൻ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നുണ്ടായിരിക്കണം. എന്ത് ചെയ്യുക, 1982 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആക്ട് ഓഫ് പാർലമെൻറ്റ് കീഴിൽ, ബൈ ആൻ ആക്ട് ഓഫ് പാർലമെൻ്റ് ആണ്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദി എപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. എപെക്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫോർ ദ പോളിസി planning and operations in the field of agriculture and for rural economic activities. നബാർഡ് എന്ന് പറഞ്ഞാൽ തന്നെ അതിനാണ് അഗ്രികൾച്ചറും റൂറൽ എക്കണോമിക് ആക്ടിവിറ്റീസിനും വേണ്ടിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നബാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ള ഒരു എപെക്സ് മെയിൻ ആയിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നബാർഡ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്, പോളിസി, പ്ലാനിങ് ആൻഡ് ഓപ്പറേഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അതർ റൂറൽ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ക്ലിയർ? And the aim for setting up of NABARD is to strengthen the institutions providing rural credit.
റൂറൽ ഏരിയാസിൽ ക്രെഡിറ്റ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊന്ന് സ്ട്രെങ്തൺ ചെയ്യുക എന്നുള്ളതാണ് ദാറ്റ് ഈസ് ദ ഐഡിയ ബിഹൈൻഡ് ദ എസ്റ്റാബ്ലിഷിംഗ് ഓഫ് നബാർഡ് എന്ന് പറയുന്നത്. ക്ലിയർ? അതിനെന്താണെന്നാണ് നബാർഡ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ it was established to overcome the weaknesses of already existing institutions. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി റൂറൽ ക്രെഡിറ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടി അഗ്രികൾച്ചറും റൂറൽ എക്കണോമിക് ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടി മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ വീക്ക്നെസ്സസ് പോരായ്മകൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നബാർഡ് സെറ്റപ്പ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ നബാർഡിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തന്നെ that is include ചെയ്ത് പോയിട്ടുണ്ട്. 82 by an act of parliament. It is an apex institution ആണ് for policy making, planning and operations in the field of agriculture and other rural economic activities ആണ്. That is its main idea behind establishing it എന്ന് പറഞ്ഞാൽ എന്താണ്, to overcome the weaknesses of other similar institutions working in that field. And മെയിൻ ആയിട്ടുള്ള വേറൊരു തരം ഒരു that is set up ചെയ്തിട്ടുള്ളത് that is for strengthening the institutions providing rural credit. Clear? ഇനി ഇതിൻ്റെ എന്തൊക്കെയാണ് what are the functions of NABARD, അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. എന്തൊക്കെയാണ് നബാർഡിൻ്റെ ഫങ്ഷൻസ്? The first function എന്ന് പറഞ്ഞാൽ എന്താണ്, റീഫിനാൻസ് ദ റൂറൽ ക്രെഡിറ്റ് ഓഫ് ഷെഡ്യൂൾഡ് കമേഴ്ഷ്യൽ ബാങ്ക്സ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ് ആൻഡ് സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. അവർക്കൊക്കെ റീഫിനാൻസിങ് കൊടുക്കുക. അപ്പോൾ റീഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയുന്നുണ്ട് അല്ലേ, റീഫിനാൻസ് ദ റൂറൽ ക്രെഡിറ്റ് ഓഫ് ആരുടെയൊക്കെയാണ്, ഷെഡ്യൂൾഡ് കമേഴ്ഷ്യൽ ബാങ്ക്സുകളായിരിക്കാം, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സുകളായിരിക്കാം, റീജിയണൽ ബാങ്കുകളായിരിക്കാം, റീജിയണൽ റൂറൽ ബാങ്ക്സുകളായിരിക്കാം ആൻഡ് സ്റ്റേറ്റ് ഇന്ത്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് എന്താണ് SIDC എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചില്ലേ, SFCs എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊക്കെ റീഫിനാൻസിങ് എന്നുള്ളത് കൊടുക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഫങ്ഷൻ ഓഫ് നബാർഡാണ്. സെക്കൻഡ് ഫംഗ്ഷൻ എന്താണെന്നാണ് പറയുന്നത്, കോർഡിനേഷൻ ഓഫ് ദി ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഏജൻസീസ് ഇൻ ദ ഫീൽഡ് ഓഫ് എഗ്രികൾച്ചർ ആൻഡ് റൂറൽ ക്രെഡിറ്റ്. അപ്പോൾ റൂറൽ ക്രെഡിറ്റും അഗ്രികൾച്ചർ ഫീൽഡിലൊക്കെയുള്ള മറ്റുള്ള ഒരുപാട് ഏജൻസീസ് ഉണ്ടായിരിക്കും. അവരുടെ എല്ലാവരുടെയും ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാണ്, കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നതും ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് വൺ ഓഫ് ദെയർ ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ് എന്താണ്, മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ദി പ്രോജക്ട്സ് റീഫിനാൻസ്ഡ് ബൈ ഇറ്റ്. അപ്പോൾ ഇത് റീഫിനാൻസ് ചെയ്യുന്നു പറഞ്ഞു അല്ലേ, കുറേ സ്ഥാപനങ്ങൾക്ക് റീഫിനാൻസിങ് നടത്താറുണ്ട്. ഫിനാൻസ് ചെയ്തതിൻ്റെ പുറമെ ഫിനാൻസ് ചെയ്യുക, അതാണ് റീഫിനാൻസിങ് എന്ന് പറയുന്നത്. ആ നബാർഡ് റീഫിനാൻസ് ചെയ്തിട്ടുള്ള പ്രോജക്ട്സുകളുടെ അവർ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, അവർ ഇവാലുവേറ്റ് ചെയ്യുക, കൃത്യമായി നിരീക്ഷിച്ച് അവരെ വിലയിരുത്തുക എന്ന് പറയുന്നതും ദാറ്റ് ഈസ് കൺസിഡർഡ് ടു ബി ദ വൺ ഓഫ് ദി ഫംഗ്ഷൻ ഓഫ് നബാർഡ്. ക്ലിയർ? പിന്നെ നബാർഡിൻ്റെയൊക്കെ എപ്പോഴും ഫുൾ ഫോം നമ്മൾ അറിഞ്ഞിരിക്കണം, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ ദാറ്റ് ഈസ് അറിയാൻ പോകുന്നത് എന്തൊക്കെ ക്രെഡിറ്റ് ഫെസിലിറ്റീസുകളാണ് നബാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ദാറ്റ് ആർ അവൈലബിൾ ഫ്രം നബാർഡ്. നോക്കാം എന്തൊക്കെയാണ്. ഷോർട്ട് ടേം ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്, മീഡിയം ടേം ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ലോങ് ടേം ലോൺസ്. അപ്പോൾ ഒറ്റയടിക്ക് അങ്ങനെ പഠിക്കുകയാണ് നല്ലത്. ഷോർട്ട് ടേം ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്, മീഡിയം ടേം ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്, ലോങ് ടേം ലോൺസുകൾ ആർക്ക് കൊടുക്കുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതും പ്രത്യേകിച്ച് എന്തിനാണെന്നുണ്ടെങ്കിൽ അവരുടെ ഷെയർ ക്യാപിറ്റൽ അതിലേക്കുള്ള കോൺട്രിബ്യൂഷനായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫോർ കോൺട്രിബ്യൂഷൻ ടു ഷെയർ ക്യാപിറ്റൽ ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഷെയർ ക്യാപിറ്റൽ കൂട്ടാൻ വേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് ഇത് ലോങ് ടേം ലോൺ കൊടുക്കുന്നുണ്ട്. ക്ലിയർ? പിന്നെ ചെയ്യുന്നത് എന്താണ്, It also provides facilities for conversion, rescheduling of loans under conditions of natural calamities. അല്ലേ, ഇപ്പോൾ നമ്മളൊക്കെ കേരളമൊക്കെ കുറേ കാലങ്ങളായിട്ട് ഫേസ് ചെയ്യുന്നൊരു സംഭവമാണ് നാച്ചുറൽ കലാമിറ്റീസ് എന്ന് പറയുന്നത്. അല്ലേ, പ്രളയം, ഫ്ലഡ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി നാച്ചുറൽ കലാമിറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ലോണുകളെ നമുക്ക് എന്ത് ചെയ്യാം, റീഷെഡ്യൂൾ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഈ മൊറട്ടോറിയം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്നില്ല. ഇപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷൻ വന്നപ്പം ഒരു നാച്ചുറൽ കലാമിറ്റി തന്നെ നമുക്ക് അതിനെ വേണമെങ്കിൽ പറയാം അല്ലേ, ദുരന്തം എന്നാണ് അതിനെ പറയുന്നത്. ദുരന്തം എന്നല്ല, മഹാമാരി എന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത്. എനിവേ, അപ്പോൾ അതിനുള്ള ആ സമയത്ത് ലോൺസുകളൊക്കെ എന്ത് ചെയ്യാണ്, കൺവേർഷൻ നടത്താനുള്ള ചില ഫെസിലിറ്റീസും എന്ത് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് നബാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ നമ്മുടെ ആറാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷനും പഠിച്ചു കഴിഞ്ഞു. ആൻഡ് ദെൻ നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ 7th സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഈസ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് അഥവാ NHB. എന്താണ് NHB അഥവാ നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറയും. ക്ലിയർ? നമുക്ക് നോക്കാം എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്.
നാഷണൽ ഹൗസിംഗ് ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1988. 1988 എന്ത് ചെയ്തിട്ടുള്ളത്, ദാറ്റ് ഈസ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതും ജൂലൈയിലാണ്, നമുക്ക് കറക്റ്റ് മന്തും കൂടി നമുക്ക് തന്നിട്ടുണ്ട്. ജൂലൈയിലാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻ ദ ഇയർ 1988 എന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അതിന് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ RBIയുടെ ഒരു സബ്സിഡിയറി ആയിട്ടാണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. സബ്സിഡിയറി ഓഫ് RBI ആയിട്ട് ജൂലൈ 1988 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബാങ്കാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറയുന്നത്. വി കോൾ ഇൻ ഷോർട്ട് ഫോം വി കോൾ ഇറ്റ് ആസ് NHB എന്ന് പറയും. ക്ലിയർ? അതിനെക്കുറിച്ച് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ എപെക്സ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി ഹൗസിംഗ് സെക്ടർ. ആർക്കുള്ളതാണെന്നാണ് പറയുന്നത്, ഹൗസിംഗ് സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു എപെക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മെയിൻ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. വിത്ത് ദ മാൻഡേറ്റ് ടു പ്രൊമോട്ട്, അതായത് കമ്പൽസറി ആയിട്ട് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യണം, ടു പ്രൊമോട്ട് എഫിഷ്യൻറ്റ്, വയബിൾ ആൻഡ് സൗണ്ട് ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ്. HFCs ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസുകൾ അത് നല്ല രീതിയിലുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള, വയബിൾ ആയിട്ടുള്ള, സൗണ്ട് ആയിട്ടുള്ള ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസുകളെ എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി വന്നിട്ടുള്ള ഒരു എപെക്സ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇതെന്ന് പറയുന്നത് നാഷണൽ ഹൗസിംഗ് ബാങ്ക്. ഓക്കെ, ക്ലിയർ? ഇതിൻ്റെ ദ വെരി പർപ്പസ് ഓഫ് NHB, അതായത് എന്താണ് ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞെങ്കിൽ ദാറ്റ് ഈസ് ടു ഓഗ്യുമെൻറ്റ് ചെയ്യുക, ഒന്ന് ഇൻക്രീസ് ചെയ്യുക. ഓഗ്യുമെൻറ്റ് ദ ഫ്ലോ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റുകൾ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള ഫിനാൻസുകൾ ആർക്ക് അവൈലബിൾ ആക്കാം, ഫോർ ദി ഹൗസിംഗ് സെക്ടറിലേക്ക്. ഹൗസിംഗ് സെക്ടറിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റുകളുടെ ഒരു ഫ്ലോ ഒന്ന് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് അതിനൊരു മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. അതുകൂടാതെ എന്താണ്, ടു പ്രൊമോട്ട് ആൻഡ് റെഗുലേറ്റ് ദി ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതിനൊന്ന് പ്രൊമോട്ട് ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതും ദാറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി വൺ ഓഫ് ദി ഫങ്ഷൻ ഓഫ് നാഷണൽ ഹൗസിംഗ് ബാങ്ക്. ക്ലിയർ? അതാണ് NHBനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നെ എന്താണെന്നാണ് പറയുന്നത്, NHB എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണേ എന്നുള്ളതാണ്. ഒരു 4 പോയിൻറ്റ്സുകളായിട്ട് ഞാനത് പറഞ്ഞു തരാം. അപ്പോൾ ടെക്സ്റ്റിൽ അതിങ്ങനെ ഒരു പാരഗ്രാഫായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ഞാൻ പറയുമ്പോൾ 1, 2, 3, 4 എന്നിട്ട് വെച്ച് പോകാം. അതിൽ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് പറയുന്നത് ഇറ്റ് മൊബിലൈസസ് ദ റിസോഴ്സസ് ആൻഡ് ചാനലൈസസ് ദം ടു വേരിയസ് സ്കീംസ് ഓഫ് ഹൗസിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്. ഫസ്റ്റ് ചെയ്യുന്നത് എന്താണ്, അത് മൊബിലൈസ് ചെയ്ത് കൃത്യമായിട്ട് അത് ട്രാൻസ്ഫർ ചെയ്ത് അത് കൃത്യസ്ഥലങ്ങളിൽ ചാനലൈസ് ചെയ്ത് കൃത്യസ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. എവിടേക്കാണ് അത്, ഹൗസിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പല സ്കീമുകൾ ഉണ്ടായിരിക്കും, ആ സ്കീമുകളിലേക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നതും വൺ ഓഫ് ഇറ്റ്സ് ഫംഗ്ഷനാണ്. അതിനെ 1 എന്നിട്ട് വയ്ക്കുക കേട്ടോ. സെക്കൻഡ് എന്താണെന്നാണ് പറയുന്നത്, ഇറ്റ് പ്രൊവൈഡ്സ് റീഫിനാൻസ് ഫോർ ഹൗസിംഗ് ലോൺസ് ദാറ്റ് ഈസ് ഗിവൺ ബൈ കമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കമേഴ്ഷ്യൽ ബാങ്ക്സും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ലോൺസുകൾ നമുക്ക് തിരിച്ചടക്കേണ്ടതായിട്ട് വരും. ആ സമയത്ത് റീഫിനാൻസിങ് എന്നൊരു കാര്യവും കൊണ്ട് ആര് മുന്നോട്ട് വരുന്നു, NHB മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതും അവരുടെ വൺ ഓഫ് ദി ഫംഗ്ഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ സെക്കൻഡ് എന്നിട്ട് വയ്ക്കുക അതിന് കേട്ടോ. ഇനി തേർഡ് എന്താണ്, ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ഫിനാൻസ് ടു ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ഡയറക്റ്റ് ലെൻഡിങ്. ഇതിനുവേണ്ടി സഹായിക്കുന്നതിന് ഡയറക്റ്റ് ലെൻഡിങ് ഫോർ കൺസ്ട്രക്ഷൻ, പർച്ചേസ് ഓഫ് ന്യൂ ഹൗസിംഗ് ഓർ ഡ്വെല്ലിംഗ് യൂണിറ്റ്സ്, പബ്ലിക് ഏജൻസീസ് ഫോർ ലാൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഷെൽട്ടർ പ്രോജക്ട്സ്, പ്രൈമറി കോപ്പറേറ്റീവ്സ്, ഹൗസിംഗ് സൊസൈറ്റീസ്, പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ് എക്സെട്ര. അങ്ങനെ നീണ്ടു പോക്കട്ടെ. അപ്പോൾ അതൊന്നും ഇല്ല, ഇത്രയും പറയുന്നുള്ളൂ അതിനകത്ത്. ഇത് എന്തിനുള്ള ഫിനാൻസും കൂടി കൊടുക്കുന്നുണ്ട്. പല ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ആ ഒറ്റ ലൈൻ, ആ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഹൗസിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക്, ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അതെന്ത് കൊടുക്കുന്നുണ്ട്, ഫിനാൻസുകൾ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കാം, ഡയറക്റ്റ് ലെൻഡിങ്ങിന് വേണ്ടി, അതായത് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്, പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാനായിട്ട്, നമുക്ക് പ്ലോട്ടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പുതിയ ഹൗസ് ബിൽഡ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ് ഈ NHB എന്ന് പറയുന്നത്. അതിൽ ഡ്വെല്ലിംഗ് യൂണിറ്റ്സ് എന്ന് കാണാം. ഡ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ദാറ്റ് ഈസ് റിസൈഡിങ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. റിസൈഡ് ചെയ്യുക, താമസിക്കുന്ന സ്ഥലം. അപ്പോൾ അതിൻ്റെ ഒക്കെ കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തേർഡ് എന്നിട്ട് വെച്ച് അതൊന്ന് ചുരുക്കി പഠിക്കുക. ആൻഡ് ദ ഫോർത്ത് ഈസ് ഇറ്റ് ഈസ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ ഇംപ്രൂവിംഗ് ദ ആക്സസിബിലിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് പെർട്ടിക്കുലർലി ടു സ്മോൾ ബോറോവേഴ്സ്. ഇത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നത് ആരെയാണ്, സ്മോൾ ബോറോവേഴ്സിനെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കാം. ഇറ്റ് ഓൾസോ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇംപ്രൂവിംഗ് ദ ആക്സസിബിലിറ്റി ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റിൻ്റെ അത് പെട്ടെന്ന് കിട്ടാനായിട്ട്, നമുക്ക് പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മൾ ലോണൊക്കെ എടുക്കില്ലേ, ആ ക്രെഡിറ്റ് പെട്ടെന്ന് കിട്ടാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരുന്നുണ്ട്. പ്രത്യേകിച്ച് ആർക്കാണ്, ചെറിയ ബോറോവേഴ്സില്ലേ, അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. മുന്നോട്ട് വന്ന് ലോൺ എടുക്കാമെന്നൊക്കെ പറയുന്നത് അവർക്കായിരിക്കും ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പോൾ അവരെ എന്ത് ചെയ്യുന്നുണ്ട്,
അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമ്മുടെ ദാറ്റ് ഈസ് ആ ഒരു ഭാഗത്തെ ദാറ്റ് ഈസ് വീണ്ടും നിങ്ങൾ ആ സ്ട്രക്ചറിലേക്ക് പോകാനായിട്ട് ഞാൻ പറയും. ദാറ്റ് ഈസ് പേജ് നമ്പർ 157. അപ്പോൾ നമ്മുടെ അതിൽ 3 എണ്ണം ദാറ്റ് ഈസ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എയും ബിയും നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് സംവാട്ട് സിമിലർ ടു ദിസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് പെർട്ടിക്കുലറായിട്ട് എടുത്ത് പഠിക്കാനൊന്നും തന്നിട്ടില്ല. പിന്നെ നമുക്ക് നെക്സ്റ്റ് പോയിരിക്കുന്നത് കണ്ടോ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള അൺഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് കിടക്കണുണ്ടോ, ആ അൺഓർഗനൈസ്ഡ് ആകത്തുള്ള NBFCസിനെ കുറിച്ചിട്ടാണ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഇനി പഠിക്കാനായിട്ട്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ആണ് കേട്ടോ, സോറി കോർപ്പറേഷൻസ് അല്ല, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത്. ക്ലിയർ? അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ പറ്റുമെങ്കിൽ ഇടയിൽ ഞാൻ വീണ്ടും കാണിച്ചു തരാനായിട്ട് ശ്രമിക്കാം. അല്ലെങ്കിൽ ടെക്സ്റ്റ് ഉണ്ടല്ലോ, നിങ്ങൾ ആ പേജ് നമ്പർ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്, അതിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അതും കൂടി ഒന്ന് ജസ്റ്റ് നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ക്ലാസ് നിർത്താം കേട്ടോ. അതിനെക്കുറിച്ച് കുറച്ച് അധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണ് NBFCയും അതെന്തുകൊണ്ടാണ് ഇത് പോപ്പുലർ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ വളരെ ചെറിയ ക്ലാസ് ആയി പോകും കേട്ടോ. അപ്പോൾ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ വെബ് എന്നാണ് പറയുന്നത്. അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയുടെ ഒരു വലിയൊരു ഭാഗമാണ് ഈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് എന്ന് പറയുന്നത് എന്നാണ് പറയണത്. അവരും എന്ത് ചെയ്യുന്നുണ്ടെന്നാണ് പറയണത്, ഒരുപാട് ഡെപ്പോസിറ്റുകളൊക്കെ മൊബിലൈസ് ചെയ്യാനും ബാങ്ക് പോലെ തന്നെ അൺഓർഗനൈസ്ഡ് ആണെന്നേ ഉള്ളൂ. ഒരു പ്രത്യേകത എന്താണ്, ഓർഗനൈസ്ഡ് അല്ല, അൺഓർഗനൈസ്ഡ് ആണെന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഒരുപാട് കോൺട്രിബ്യൂഷൻസ് അവർ നടക്കുന്നുണ്ട്. അതായത് മുൻകാലങ്ങളിലൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ വളരെയധികം സബ്സ്റ്റാൻഷ്യൽ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. ഒരു ക്വാസി ബാങ്ക് പോലെയാണ് അവർ വർക്ക് ചെയ്യുക എന്നാണ് പറയുന്നത്. എന്താണ് ക്വാസി ബാങ്ക് എന്ന് പറയണമെങ്കിൽ, ബാങ്കിൻ്റെ ലൈസൻസ് ഉണ്ടായിരിക്കില്ല, മനസ്സിലാക്കി വയ്ക്കുക. ക്വാസി ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അവർക്ക് ദാറ്റ് ഈസ് ബാങ്കിൻ്റെ ലൈസൻസ് ഉണ്ടായിരിക്കില്ല, പക്ഷേ ബാങ്കിങ് സർവീസുകളെല്ലാം അവരെന്ത് ചെയ്യുന്നു, ഓഫർ ചെയ്യും. അത്രയേ ഉള്ളൂ കേട്ടോ ക്വാസി ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെന്താണ്, ക്രെഡിറ്റ് ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്യാൻ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ദാറ്റ് ഈസ് ദേ ആർ പ്ലേയിങ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് അവരൊരു ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള 12% എന്നൊക്കെ കാണാം. അപ്പോൾ റീസെൻ്റ്ലി ഞാൻ ചെക്ക് ചെയ്തപ്പം ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് 26.6% എന്നാണ് ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ 2019 ദാറ്റ് ഈസ് കണക്ക് പ്രകാരം ഒരുവിധം 26.6% അവർ ടോട്ടൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലേക്ക് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അതിൽ അറിഞ്ഞിരിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ NBFCs ഇത്രമാത്രം പോപ്പുലർ ആവാനുള്ള വാട്ട് ആർ ദ റീസൺസ് ബിഹൈൻഡ് ദിസ്, അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് ഞാൻ എളുപ്പമായിട്ട് തന്നെ പറഞ്ഞു തരാം എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പോയിന്റ്സ് വായിക്കാം, പിന്നെ അത് ഞാൻ എളുപ്പത്തിൽ അതങ്ങ് പറഞ്ഞുതരാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ലെസ് സ്ട്രിഞ്ചന്റ് റൂൾസ് ഫോർ NBFCs മേക്ക് ദം അട്രാക്റ്റീവ്. എന്താണ് ഫസ്റ്റ് അതിനെ അട്രാക്റ്റീവ് ആക്കാനുള്ള വൺ ഓഫ് ദ റീസൺ എന്താണ്, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസുകളൊന്നുമില്ല, ലെസ് സ്ട്രിഞ്ചന്റ് റൂൾസ്. അപ്പോൾ അത്ര വലിയ ഭയങ്കരമായിട്ടുള്ള നിയമങ്ങളൊന്നും അതിനകത്തില്ല, അതുകൊണ്ട് തന്നെ ഇത് വളരെ അട്രാക്റ്റീവാണ്. അതേസമയം നമ്മുടെ ബാങ്കിന് എന്തുണ്ടെന്നാണ് പറയണത്, കുറച്ച് മാൻഡേറ്റഡ് ആയിട്ട് കുറച്ച് ക്വാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. ഇത്ര ശതമാനം റിസർവ്സ് ആയിട്ട് വെക്കണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. റെഗുലേറ്റർ ഉണ്ട് അല്ലേ, RBI ഉണ്ട് റെഗുലേറ്റർ. ചില കാര്യങ്ങൾ അല്ലേ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സെൻട്രൽ ഗവൺമെൻറ് കീഴിലായിരിക്കും പല കാര്യങ്ങളും. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആൾ എന്തിലില്ല, ഈ അൺഓർഗനൈസ്ഡ് സെക്ടറായിട്ടുള്ള NBFCസിനില്ല. അപ്പോൾ അത് കാരണം അത് പെട്ടെന്ന് തന്നെ പോപ്പുലറായി മാറി എന്നാണ് പറയണത്. എന്താണ് പിന്നെ NBFCസിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ക്യാൻ സെറ്റപ്പ് ബ്രാഞ്ചസ് ഫ്രീ. എവിടെ വേണമെങ്കിലും പെട്ടെന്ന് തന്നെ ബ്രാഞ്ചസ് സെറ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അതേസമയം നമ്മുടെ ദാറ്റ് ഈസ് സെബി അല്ല, നമ്മുടെ ബാങ്കുകളൊക്കെ ബ്രാഞ്ചുകൾ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ദേ ഹാവ് നീഡ് ദ പ്രയർ അപ്രൂവൽ ഓഫ് ദി റെഗുലേറ്റേഴ്സ്. അത് RBIയുടെയും ഇന്ത്യൻ ഗവൺമെൻറ്റൊക്കെ അപ്രൂവലോട് കൂടി മാത്രമാണ് നമുക്ക് ബാങ്ക്സിന് പുതിയ ബ്രാഞ്ചുകളൊക്കെ ഓപ്പൺ ചെയ്യാൻ. പ്രത്യേകിച്ച് RBIയുടെ അല്ലേ, ബാങ്കേഴ്സ് ബാങ്ക്, അവരുടെ അനുവാദമൊക്കെ വേണം. ഇവർക്ക് അങ്ങനെയൊന്നുമില്ല, ഇവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പല ബ്രാഞ്ചുകൾ ഇവർക്ക് സെറ്റപ്പ് ചെയ്യാം. പിന്നെ എന്താണെന്നാണ് പറയുന്നത്, NBFCs ക്യാൻ ഓപ്പൺ ദ ബ്രാഞ്ച് ആൻഡ് ദെൻ ഗെറ്റ് ഇറ്റ് റാറ്റിഫൈഡ് വിത്ത് റെഗുലേറ്റർ. അപ്പോൾ ഇവർക്ക് ആദ്യം തുടങ്ങുമ്പോൾ ആദ്യം ഇവരെ അപ്രൂവലൊന്നും വേണമെന്നില്ല. അവർക്ക് തുടങ്ങണം തോന്നുകയാണെങ്കിൽ ഒരു ബ്രാഞ്ച് അങ്ങോട്ട് ഓപ്പൺ ചെയ്യും. അതിന് തുടങ്ങിയതിന് ശേഷം അവർക്ക് എന്ത് ചെയ്താൽ മതി, ദേ ക്യാൻ ഗെറ്റ് ഇറ്റ് റാറ്റിഫൈഡ്. റാറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ മീനിങ് അവിടെ എഴുതി വയ്ക്കുക, ഫോർമൽ കൺസെൻറ്റ്, ഫോർമലായിട്ട് അനുവാദം വാങ്ങിച്ചാൽ മതി. തുടങ്ങിക്കഴിഞ്ഞിട്ട് അവർക്ക് എന്ത് ചെയ്താൽ മതി, റെഗുലേറ്റേഴ്സിൻ്റെ അനുവാദം വാങ്ങിയാൽ മതി. ബാങ്കിൻ്റെ ബ്രാഞ്ചസ് ഒന്നും അങ്ങനെയൊന്നുമില്ല, ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ശരിക്കുള്ള ഓർഗനൈസ്ഡ് സെക്ടറിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്തെങ്കിലും ബ്രാഞ്ചുകളും കാര്യങ്ങളൊക്കെ തുറക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതും ഒരു റീസണാണ്. പിന്നെ എന്താണ്, സിമ്പിൾ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, ഒരു കോംപ്ലിക്കേഷനും ഇല്ല എന്നാണ് പറയണത്. പിന്നെ മാത്രമല്ല ലെസ്സർ റെസ്പോൺസ് ടൈം ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ കസ്റ്റമേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫോർമാലിറ്റീസ് ഇല്ല. അപ്പോൾ കസ്റ്റമർ ചോദിക്കുന്ന ആവശ്യാനുസരണം പെട്ടെന്ന് എന്ത് ചെയ്യാം,
ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല, അവിടെ പോയി എടുത്താൽ മതിയല്ലോ എന്നുള്ള ചിന്ത നമുക്ക് വരും. അപ്പോൾ അതാണ് അതിൽ പറയണത്. സിമ്പിൾ പ്രൊസീജിയറാണ്, ലെസ്സർ റെസ്പോൺസ് ടൈം ഇതിന് ആവശ്യമുള്ളൂ. പിന്നെ എന്താണെന്നാണ് പറയുന്നത്, ഹയർ റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫേർഡ് ടു ഡെപ്പോസിറ്റേഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള NBFCs ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിൽ പോയി നമ്മൾ ഡെപ്പോസിറ്റ് ഒക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എക്സാമ്പിൾസ് പഠിക്കട്ടെ, ഡെപ്പോസിറ്റ് നടത്തുകയാണെങ്കിൽ സാധാരണ ബാങ്ക് തരുന്നതിനേക്കാൾ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് തരും. അതൊക്കെ നിങ്ങൾക്കറിയാം, പ്രൈവറ്റ് ആയിട്ടുള്ള ചില ചില സ്ഥാപനങ്ങളുണ്ടായിരിക്കും, അവിടെ നമുക്ക് ബാങ്കിനേക്കാൾ കൂടുതൽ എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് ഒരു പോപ്പുലർ ആവാനുള്ള വൺ ഓഫ് ദി റീസൺ ആണ്. പിന്നെ എന്താണെന്നാണ് പറയുന്നത്, മോർ ആൻഡ് മോർ ഫ്രണ്ട്ലിനെസ് ഇൻ ഓൾ ബിസിനസ് ആക്ടിവിറ്റീസ്. ഒന്നുകൂടി കസ്റ്റമർ ഫ്രണ്ട്ലി ആണ്. എല്ലാ ആക്ടിവിറ്റീസും വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നുകൂടി കസ്റ്റമറിനോട് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇത് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നെ എന്താണെന്നാണ് പറയുന്നത്, ഹൈ ഡിഗ്രി ഓഫ് ഇന്നോവേഷൻ ഡിസൈൻഡ് ഫോർ കസ്റ്റമർ ഓറിയൻറ്റഡ് സർവീസസ് ഓർ പ്രോഡക്ട്സ്. കസ്റ്റമർ ഓറിയൻറ്റഡ് സർവീസുകളായാലും ശരി, പ്രോഡക്ട്സുകളായാലും ശരി, എപ്പോഴും ഇവരെന്ത് ചെയ്യുന്നു, പുതിയ പുതുമകൾ. കാരണം ഇവിടെ ഇവർക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസും റെഗുലേഷൻസും ഒന്നും ഇല്ല. അതുകൊണ്ട് അവർക്ക് പുതിയതൊക്കെ വരുന്ന രീതിയിൽ എന്ത് ചെയ്യാം, മാറ്റങ്ങൾ പെട്ടെന്ന് തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതാണ് പറയുന്നത്, ഹൈ ഡിഗ്രി ഓഫ് ഇന്നോവേഷൻ ഡിസൈൻഡ് ഫോർ കസ്റ്റമർ ഓറിയൻറ്റഡ് സർവീസസ് ആൻഡ് പ്രോഡക്ട്സ്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമുക്കപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്കും അത്യാവശ്യമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് NBFCനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മെയിനായിട്ടുള്ള പോയിന്റ് വൈസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നിർത്തിയത്. ഇനി അതുമായി ബന്ധപ്പെട്ട് കുറച്ചിങ്ങനെ നീണ്ടു തന്നെ കിടക്കുന്നുണ്ട്. That we shall continue in our next class. Okay, that's for today. Thank you for watching my class. Thank you, my dear students.